രാജപാത വിഷയത്തിൽ എംഎൽഎയുടേത് ഇരട്ടത്താപ്പാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപി. ആലുവ 3 രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജനമുന്നേറ്റ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പെടുത്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കോതമംഗലത്ത് നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡീൻ കുര്യാക്കോസ് എംപി. രാജപാത വിഷയവുമായി ബന്ധപ്പെട്ട് എംപി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം കോതമംഗലം എംഎൽഎ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ജനങ്ങൾ ഒന്നടങ്കം ഈ വിഷയത്തിൽ സംഘടിച്ചപ്പോൾ മാത്രമാണ് എംഎൽഎ തിരിഞ്ഞു നോക്കിയതെന്നും എംപി പറഞ്ഞു. പഴയ ആലുവ മൂന്നാർ റോഡ് അത് തുറന്നു കിട്ടണം എന്നുള്ള ഏറ്റവും ന്യായമായ ആവശ്യം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും യാതൊരു തരത്തിലുമുള്ള ഒരു പ്രതികരണം ആശാവഹമായി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാര്യം പറഞ്ഞാൽ അഭിമന്യ പിതാവിനെതിരെ കേസെടുത്തത് ശരിയായില്ല എന്നും ഈ പറഞ്ഞ ഒരു സമീപനം വനംവകുപ്പ് കൈക്കൊള്ളാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പല കോണുകളിൽ നിന്നും ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അവരുടെ നിലപാട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരോട് തിരിച്ചു ചോദിക്കാനുള്ളൊരു കാര്യം, ഇവരിത് ആരെയാണ് പറഞ്ഞ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. വനംവകുപ്പ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗമാണ്. സർക്കാർ നയപരമായി തീരുമാനമെടുക്കുന്ന കാര്യം മാത്രമേ വനംവകുപ്പിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സർക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിഭാഗമാണ് വനംവകുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ തെറ്റ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ് ഇവിടെ AK ശശീന്ദ്രൻ നടപ്പിലാക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള പാളിച്ചകളാണ് വനംവകുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ വനംവകുപ്പ് എന്ന് പറയുന്നത് സർക്കാരിന് മേലെ അതീതമായ ഒരു സംഗതിയല്ല. അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ആര് ഭരിച്ചാലും. ഇവിടെ അഭിമന്യ പിതാവിനെതിരെ കള്ളക്കേസെടുത്തിട്ടുണ്ട് എങ്കിൽ അത് വനംവകുപ്പ് എടുത്തിട്ടുള്ള കേസാണ് എന്ന് ഞാൻ പറയില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തിട്ടുള്ള കേസാണത്. അതല്ലാതെ വെറുതെ എന്തിനാണ് മറച്ചു വെച്ചുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്? സ്ഥലം MLAയും അതോടൊപ്പം തന്നെ CPM ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നേതാക്കന്മാർ അന്ന് ആ സർവകക്ഷി യോഗം ബഹിഷ്കരിക്കുകയുണ്ടായത്. ജനമുന്നേറ്റ സമരവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിച്ച് രാജപാത തുറക്കും വരെ UDF ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എംപി പറഞ്ഞു. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് കേസെടുത്തതിൽ വേണ്ടത്ര ഇടപെടൽ നടത്താതെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് കോതമംഗലം MLA എന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. TU കുരുവിള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PC തോമസ്, മോൻ ജോസഫ് MLA, ജോയി എബ്രഹാം, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, അബു ജോൺ ജോസഫ്, ഷിബു തെക്കുംപുറം, AT പൗലോസ്, അഡ്വക്കേറ്റ് ഷൈസൺ P മാങ്കുഴ, ജോമി തെക്കേക്കര, ടോമി പാലമല, റോയ് മുഞ്ഞനാട്ട്, CK സത്യൻ, ജോർജ് കിഴക്കുമശ്ശേരി, AG ജോർജ്, KP ബാബു, ബാബു പോൾ, MS എൽദോസ്, PC ജോർജ്, MV ഫ്രാൻസിസ്, ജിസൺ ജോർജ്, സെബി ആന്റണി, സെബാസ്റ്റ്യൻ പൈനാടത്ത്, സാബു മറ്റക്കുഴി, ജോഷുവ തായങ്കേരി, ജേക്കബ് ഇരമംഗലത്ത്, ജോർജ് അമ്പാട്ട്, KM എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.